കുഞ്ഞുങ്ങളെ ചോദ്യം ഇതാണ്, ഈ എക്സ് എന്നത് വൈയുടെ 80%. ഇതാണ് സ്റ്റാർട്ടിംഗ് ഫേസിൽ പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ എക്സിനും വൈക്കും വാല്യൂസ് ഒന്ന് അസ്യൂം ചെയ്താലോ. വൈയുടെ വില ഞാൻ 100 എടുത്തോട്ടെ. അപ്പോൾ എക്സ് ഉറപ്പായിട്ടും അതിൻ്റെ 80%. 100ൻ്റെ 80% എത്ര? 80. ക്ലിയർ ആണോ? അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എക്സിനും വൈക്കും ഒരു വില അസ്യൂം ചെയ്ത് വെച്ചുകൊണ്ട് ഈ ചോദ്യം ചെയ്തു തുടങ്ങിയാൽ അല്പം കൂടി ഒരു ക്ലാരിറ്റി കിട്ടും. ഓക്കെ, ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? 2x എത്ര ശതമാനമാണ് വൈ? ഒരിക്കൽ കൂടി, 2x എത്ര ശതമാനമാണ് വൈ എന്ന് പറഞ്ഞാൽ 2x പി ശതമാനമാണ് വൈ എന്ന് നമുക്കൊന്ന് അസ്യൂം ചെയ്യാം കാൽക്കുലേഷൻ്റെ എളുപ്പത്തിന് വേണ്ടി. അപ്പോൾ അൺനോൺ ക്വാണ്ടിറ്റി ആയ പി എ ആണ് കിട്ടേണ്ടത്. 2x പി ശതമാനമാണ് വൈ എന്ന് എഴുതരുതോ? ആ പി എത്ര എന്നാണ് ചോദ്യം. ശരി, എക്സിൻ്റെ വില എത്രയാ? 80. അപ്പോൾ 2x എത്രയാ? 2 × 80 160. 160 ഇൻറ്റു പി ശതമാനം. പി ശതമാനം എന്ന് വെച്ചാൽ p/100 ആണല്ലോ. അത് ആർക്ക് തുല്യം? വൈക്ക് തുല്യം. വൈയുടെ വാല്യൂ എത്രയാ? 100 ആണ്. അങ്ങനെയെങ്കിൽ പി എ മാത്രം ഒരു സൈഡിൽ ഇട്ടുകൊണ്ട് സംഖ്യകളെല്ലാം അപ്പുറത്ത് അറേഞ്ച് ചെയ്താൽ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ താഴെ കിടക്കുന്ന 100 മുകളിലോട്ട് കയറിപ്പോവും. ലെഫ്റ്റ് സൈഡിൽ മുകളിൽ കിടക്കുന്ന 160 ഇവിടെ താഴോട്ടും വരും. ഓക്കെ ആണോ എൻ്റെ കുട്ടികളെ? ഇനി ക്യാൻസലേഷൻ അല്ലേ ഉള്ളൂ. പറയൂ എങ്ങനെ ചെയ്യാം? 20 വെച്ച് വെട്ടിക്കളയട്ടെ ഇവരെ രണ്ടുപേരെയും. 100നെ 20 വെച്ച് കട്ട് ചെയ്താൽ 5 ആണ്. 160നെ 20 വെച്ച് കട്ട് ചെയ്താൽ 8 ആണ്. ഇനി എങ്ങനെയാ? 4 വെച്ച് ഇവരെ രണ്ടുപേരും ഒരിക്കൽ കൂടി ഞാൻ ക്യാൻസൽ ചെയ്തോട്ടെ. 100നെ 4 വെച്ച് കട്ട് ചെയ്താൽ 25 ആണ്. 8നെ 4 വെച്ച് ക്യാൻസൽ ചെയ്താൽ 2 ആണ്. അപ്പോൾ എൻ്റെ കുട്ടികൾ പറ, ബാക്കി എന്തൊക്കെ വന്നു? 25 × 5 എത്രയാത്? 125/2 എന്ന് വന്നു. 125ൻ്റെ പകുതി. 125ൻ്റെ പകുതി എത്ര? 62.5. അപ്പം നമ്മുടെ ആൻസർ നമുക്ക് കൺഫേം ചെയ്യാം. 2x എന്നത് വൈയുടെ ഇല്ലെങ്കിൽ 2x 62% വൈ. ഓക്കെ ആണോ എൻ്റെ കുട്ടികളെ? ക്ലിയർ ആയോ? ശരി, ഓക്കെ, താങ്ക് യു.